പഠിക്കരുത് അത് ഭയങ്കര ഫെയിലിയർ ആണ് നമുക്ക്. വെൻ ഷീ ഫൈറ്റ്സ് യു ഫൈറ്റ്സ്. ആ ബേബീസിന്റെ കളർ കണ്ടിട്ട് നോക്കിയിരിക്കുന്നുണ്ടാ വേഴാമ്പിന്റെ മുകളിലേക്ക് വെള്ളം നോക്കിയിരിക്കുന്ന പോലെ. നൈസ് കളേഴ്സ് ഓൺ യുവർ ഫേസ് ആനി. കമേഴ്ഷ്യൽ ഇതിൽ ഗ്ലാസും പാത്രങ്ങളും ഞാനൊക്കെ എനിക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് വേണമെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് മേടിക്കാറ് കേട്ടോ. കമേഴ്ഷ്യൽ സാധനങ്ങളാണ് ഇതുണ്ടോ. നിനക്ക് നുറുക്ക് ഇഷ്ടമാണോ? ഗോ. ഞങ്ങളുടെ ടീച്ചർ പോയിട്ടാ. ഞങ്ങളുടെ ടീച്ചർ പോയാൽ ഞങ്ങൾക്ക് അറിയണേ അല്ലേ. അമ്മ പുഷപ്പ് ചെയ്തമ്മ, നോ പ്രോബ്ലം. കാലുമ്പോ സപ്പോർട്ടിന് ഒരാളുണ്ട് കേട്ടോ, നീ പൊങ്ങാണ്ടിരിക്കാൻ. ആരവിടെ ഉമ്മറ് കളിക്കണേ? കിലരി എണീറ്റില്ലേ ഡമ്മി? ഗുഡ് ഗേൾ. അമ്മ ഡമ്മി മേടിച്ചമ്മ. ഇപ്പം ആ സമയത്ത് അപ്പ മേടിക്കണ്ടമ്മേ. അമ്മ മേടിക്ക്, എനിക്ക് തന്നായിരുന്നു. ഡമ്മി ഏരാ, ഡമ്മി ഏരാ. ഗുഡ് ഗേൾ. വെരി സേഷ്മേ, വെരി സേഷ്മേ. പി കെ ബു. അശ്മിക്ക് കണ്ണ് റിലേ കിട്ടുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടാ. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. അമ്മ ജോലിക്ക് പോകണില്ലേ? ലേറ്റ് ആയിട്ടാ. ഡമ്മി പ്ലീസ് എസ്മേ. താങ്ക് യു. ഗുഡ് ഗോ. അമ്മയ്ക്ക് കൊടുത്തോ ഡമ്മി? താങ്ക് യു. അതിൻ്റെ ഇടയിൽ കൂടെ വലിച്ചു കയറ്റില്ലോ. നീ അവളെ നിന്ന് മേടിച്ചാ? അല്ല, ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്. അതവിടെ വെക്കാത്, എനിക്കത് കാണണത്. എൻ്റെ എനിക്കത് വിടാനേ പറ്റില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കായ. വാട്ട് ഈസ് ഇറ്റ്? ഗെറ്റ് റെഡി നൗ വി ഗോ. ചേച്ചി, ചേച്ചി. ഗുഡ് മോർണിംഗ് ചേച്ചി. ലേറ്റ് ആയിട്ട് കേട്ടോ, വേഗം പോയി കുളിച്ചോ. ഓക്കെ. ആരാ നിങ്ങളുടെ കാത്തു? ചേച്ചി 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 ചേച്ചി. കൊള്ളാക്ക് സമയമായിട്ടാ പോവാ. ഉമ്മ ഉമ്മ. ഗുഡ് ഗേൾ ഉമ്മ. ഗുഡ് ഗേൾ എസ്മേ. താങ്ക് യു. രാരിരം രാരിരം രാരിരാരീരം. ഏറെ നോക്കുക, ഈ പണ്ടരക്കാലം രാവിലെ എന്താ ഈ പാട്ട് പാട്ടുന്നത്? പിന്നെ ഉറക്കണ പാട്ടാണല്ലോ. രാരിരം രാരിരം രാരിരാ. ഭയങ്കര പണിയിലാട്ടേ. ബേബിയാ? കുട്ടിനെ മുടി ചീന്തിയില്ലേ അമ്മ? മമ്മ അമ്മ. മോനെ പറഞ്ഞേ, മോനെ മോനെയാ? മോനെ എവിടെ? മോനെ ആരാ മോനെ? അപ്പം അതൊക്കെ വീശുന്നു. എൻ്റെ കൈ കൊടുക്കത്തെ ആട്ടാണ്. ആ കുട്ടിയുടെ കണ്ണ് പോവുമ്പോ. വൈദ്യം എന്താ അവിടെ ഇരിക്കുന്നേ? വൈദ്യം ഒന്നും പറയണില്ലേ? മോനെ മോനെ. ഗോൾഡാ? ഗോൾഡ് യശ്മേ? ഗോൾഡ് ഗോൾഡ്. 3, 2, 1 ഗോ. വീഡിയോ പറഞ്ഞ വായിൽ വെച്ചിട്ടുണ്ടേ. മോനെ മോനെ എന്ത് പറഞ്ഞാലും മാമാന്ന് പറയാ. മോനെ നീ ആ ഗീവർഗീസ് പുണ്യാളിനെ നീ ഒന്ന് ഇതാക്കിയില്ലേ, നരച്ചിട്ടില്ലേ? നാവ് പുറത്തേക്ക് ഇരുന്നിട്ടാ. കണ്ണനുറങ്ങ് നിന്മാരിൽ ചാഞ്ഞുറങ്ങ് മേലെ മേഘത്തേര്. കുഴപ്പമില്ല, അവള് വന്നോട്ടെ. അവള് നിന്റെ വായിലാക്കാനാ. ഫൈറ്റ് ചെയ്യാൻ പറ്റണില്ലല്ലോ, കൈ പിടിച്ചിരിക്കല്ലേ. ലാളി ലാളിൽ നിന്നും പറയാം. അവൻ ഇങ്ങനെ ആക്കാനാ വന്നതാ. എങ്ങനെ? ബോ 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 ബോ. അവിടെ ഇരിക്കേ.
പ്രേതപടത്തിലെ ബൊമ്മകളുടെ പോലെ അങ്ങനെ തലയിട്ടാട്ട്. ഏയ് അച്ഛമ്മ അവളെ കൈ പിടിച്ച് നേരത്തെ അടിക്കുക. ശരി ഇപ്പൊ കൊണ്ടേയാ അടിക്കരുത് ഇപ്പൊ അടിക്കരുത്. അത് ഭയങ്കര ഫെയിലിയർ ആണ് നമുക്ക്. വെൻ ഷീ ഫൈറ്റ്സ് യു ഫൈറ്റ്സ്. ഓക്കെ ദാറ്റ്സ് us 3, 2, 1 ഗെയിം. Good morning. So you guys, we got. Sit down, please. Sit down, Naira. Sit down. Esme, sit down. Dada tara. How do you know? No, I said sit down. Good girl, Naira. Now you sit down. You sit down. You bit naughty. You never listen. Okay, pass me the spoon, please, Pinga. Okay. Please. Tiny or big? Tiny one, please. Dada, how do you get? I'll take it. Okay, thank you. Good morning. Beautiful egg time. ഒരു മിനിറ്റ് അവിടെ ഒന്ന് പൊട്ടിക്കിട്ടത്. പ്ലേറ്റ് തന്നെയോ ഇപ്പോൾ? Aira, sit down please. Aira, sit down please. Sit down. Good girl. Good girl, Airama. Airama is a very good listener. Okay, no, not yet. Yeah, okay, I know. What happened? കണ്ണിലെന്ത് പോയേ? Good, Aira baby. Good, Aira baby. Where are you? Kada. Here I am. How do you do? What? M&M? That's too much M&M. Just half of it. You just grab like a 8 or something. Show me how big are they? ആ ബേബീസ് ഇതേ കളർ കണ്ടിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. വേഴാമ്പൽ മുകളിലേക്ക് വെള്ളം നോക്കിയിരിക്കുന്ന പോലെ. No M&M for you fellas now. Okay? You can still eat some of M&M, but the problem is you don't want to eat too much of M&M and stuff. You don't want to. Good girl, Airama. Good girl, Airama. എത്ര ഇട്ട് നോട്ടെ? How many in there? That's 5. Yeah, you can put another 3 more. That's heaps. There we go. Esme. Good girl, Esme. Good eating, Esme. Okay, ഇന്ന് നമുക്ക് 80 ഗ്രാമിൻ്റെ എഗ്ഗ് ഒരെണ്ണാട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 20 mils butter. I mean the ghee. I mean the cream. So that's the egg in here. That gives approximately 3 grams of protein in the morning. Good girl, Aira, Esme. Good. And easy to make. And they all love it. Okay. Good girl, Aira. Aira, Seven in there. That's enough. നീ വേഗം നീ നിന്റെ മുട്ട എടുത്ത് കഴിക്കി. ഓടി നടക്കല്ലേട്ടാ നീ. Naira. Okay, that's it. Beautiful, yo. Good morning, Sweden. ഇന്ന് സ്വീഡൻ റിക്വസ്റ്റ് ഉണ്ട്. സ്വീഡനിലുള്ള എല്ലാ മലയാളികൾക്കും അവിടെയുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി ടീം ബൂംബാങ്ങിന്റെ വക ഒരു ടീം മുംബൈ. Okay, it's Tuesday here, another beautiful day in Auckland City, New Zealand. We are ready. Everybody is working today. I am too busy today actually. What do you have to go Pingo today? School. What you have to, Amma? ജോലി. What about Esme and Aira? Kindi. Okay, Kindil behave nata. Esme, Aira. നീ കേട്ടിട്ടുണ്ടോ കൊണ്ട് ഈ M&Mന്റെ അകത്ത് ചുമന്ന കളറിൽ ബഗ്ഗിന് അരച്ചിട്ട് ഉണ്ടാക്കണേന്ന്? ടിം ടാമിന്റെ അകത്താണോ? എന്നിട്ട് ഒരാള് ഈ ഇതിന്റെ പാക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഇങ്ങനെ തപ്പുക. അറിയില്ല. റെഡിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. റെഡ് കൊള്ളത്തില്ല. റെഡ് ആയി പിള്ളേർക്ക് കൊള്ളത്തില്ല. റെഡ് ഡൈ ഒരു ഡൈയും കൊള്ളൂല. റെഡ് കൊള്ളൂല. റെഡ് കൊള്ളത്തില്ല. ബാക്കിയൊക്കെ അതിനുള്ള കളർ കൊള്ളൂ. അപ്പോ
അങ്ങനെ കൊള്ളാത്തൊരു സാധനം, പിള്ളേർക്ക് പോലും കൊള്ളാത്തൊരു സാധനം എങ്ങനെയാണ് വെക്കുന്നത്? ഏറ്റവും ഡേഞ്ചറസ്. പിന്നെ എങ്ങനെയാണ് അത് ഫുഡിൽ യൂസ് ചെയ്യുന്നത്? അത് അവരോട് ചോദിക്കും. അതന്നെയല്ലേ ഞാൻ പറയണേ. അങ്ങനെ ഒരു സാധനം ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തു. അങ്ങനെ ഒരു സാധനം ഒന്നുമില്ല. പിന്നെ എന്താ പറയാ, ADHD ഉള്ള കുട്ടികൾക്ക് റെഡ് ഐ ഉണ്ട് എന്നുള്ളതിന് ഹൈപ്പോത്തസിസ് ഉണ്ട്. ദെർ ഈസ് നോ സച്ച് തിങ്. ഞാൻ അതിനൊക്കെ ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളെ ഞാൻ. അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല. ആ കളറിന്റെ പേരല്ലേ? നിന്റെ ട്രൈ പോയാ? So what are you going to do now? നീ എൻ്റെ കൂടെ വരുന്ന അങ്ങോട്ടേക്ക് വരുന്ന ഇവരെ വിടാൻ വേണ്ടുന്നുണ്ടോ? നല്ല വേണോടാ, നീ പോക്കോ. നൈസ് കളേഴ്സ് ഓൺ യുവർ ഫേസ് ഹണി. Beautiful lighting, nice portrait right there. Bye amma. Smile. Ismail. അവൾ കുറച്ച് ലേറ്റായി, അതാണ് അപ്സെറ്റ് ആയി. ഞാൻ വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. അവർ ലേറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണീറ്റിട്ട് അവരെന്നെ വിളിക്കണം. മോണിയ. അപ്പോൾ ഞാൻ കുറച്ച്, അതായത് ഞാൻ ചിലപ്പോൾ അവർ ഉറങ്ങിയോട്ട് വെച്ചിട്ട് ഞാൻ ഒരു 7:20 വരെ ട്രാക്ക് ആക്കും. എന്നിട്ട് പുഷ് ചെയ്യുക. അത് ഉറങ്ങിയോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, വേറെ ഒന്നും വന്നിട്ടില്ല. പൃങ്ങുനി 7:17 വരെ വിട്ടു. അവള് പക്ഷെ ഞാൻ 7 മണിക്ക് വരണത് അറിയണമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കിടക്കുക. ഇതെല്ലാം നീയല്ല പറഞ്ഞ അമ്മ. കമേഴ്ഷ്യൽ ഇതിൽ ഗ്ലാസും പാത്രങ്ങളും ഞാനൊക്കെ എനിക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് വേണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാറ് കേട്ടോ. കമേഴ്ഷ്യൽ സാധനങ്ങളാണ്. ഇത് കണ്ടോ, എനിക്ക് 2 ounce ഇതൊരെണ്ണം മേടിക്കണം. കുറച്ച് കോക്ടെയിലിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പല പോട്ട്സ് ആൻഡ് പാൻസും ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറ്. കുറച്ച് എക്സ്പെൻസീവാണ്, സ്പെഷ്യലി ഇവരുടെയൊക്കെ പ്രോഡക്റ്റ്. ഇതൊരെണ്ണത്തിന് മാത്രം കണ്ട ഏതാണ്ട് 735,000 രൂപയാണ് വില. ഈ ഒരു പോട്ട് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പോട്ട് വിത്ത് ലിഡിന് വേറെ കൊടുക്കണം കേട്ടോ. പക്ഷേ 1 time ബൈ ആണ്. ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. അടിപൊളി പോട്ട്സാണ് ഇവരുടെ. അതുപോലെ ഇവിടുത്തെ നോൺ സ്റ്റിക്ക് പോട്ട്സ് ആർ റിയലി ഗുഡ്. നൈസ് കടയാണ് സദേൺ ഹോസ്പിറ്റാലിറ്റി. ബട്ട് അഗെയിൻ നമ്മുടെ ഒരു വീട് പർപ്പസിന് പറ്റിയ വിലയല്ല ഒന്നിനും തന്നെ. എല്ലാം നല്ല സോളിഡ് ഹെവി പോട്ട്സ് ആൻഡ് പാൻസ്. രാവിലത്തെ കുറച്ച് ചില്ലറ പരിപാടി. ആക്ച്വലി നമ്മൾ ഗ്ലാസ് മേടിക്കാനൊക്കെയാണല്ലോ പോയേ. ആ കടയിൽ നിന്ന് നമുക്ക് സദേൺ ഹോസ്പിറ്റാലിൽ നിന്ന് നോ മോർ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഓൺലൈൻ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വരണ വഴിക്ക് ഒരു കള്ളുകടയിൽ കയറി ഞാൻ 2 ഈ ഗ്ലാസിൻ്റെ പേര് എനിക്കറിയില്ല, ഇത് വേണമായിരുന്നു. അപ്പോൾ ഇത് മേടിച്ചു. പിന്നെ നമ്മുടെ ഒരു മലയാളി ഹോംലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഇവിടെ, മലയാളി കടയാണ്. പിന്നെ അതേ ഗോൾഡയ്ക്കും എച്ചുമൂനും ഇലയട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പാസ് ഇലയട. പിന്നെ പ്രിങ്ങപ്പൻ്റെ ഫേവറേറ്റ് കായ വറുത്തത്. പിന്നെ അതേ നമുക്ക് പാലട ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാലട, അച്ചാറ്. പിന്നെ അമ്മാമ്മയുടെ എന്തൊരു സംഭവമില്ലേ അച്ചാറെന്ന് പറഞ്ഞിട്ട്, ആ അച്ചാറ് കണ്ടപ്പോൾ അത് മേടിച്ചു കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു പുതിയൊരു മസാലപ്പൊടി കണ്ടു, പാലാട്ട്. ആദ്യമായിട്ട് കാണണേ പാലാട്ട് എന്ന് പറഞ്ഞൊരു പാലാട്ട് എനിക്കറിയില്ല, പാലാട്ടെന്ന് ഞാൻ തോന്നുന്നു. അവരുടെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫിഷ് മസാല, കുറച്ച് കാശ്മീരി ചില്ലി. ഇവിടെയുള്ള കാശ്മീരി ചില്ലി ടേസ്റ്റ് യാക്ക്, ഐ ഡോണ്ട് നോ, ടു റെഡ് ഇൻ കളർ, സ്പോയിലിംഗ് ദ കറി. അപ്പോൾ അത് കാരണം ഇത് മേടിച്ചു. ഗോൾഡിക്ക് ഉഴുന്നുണ്ടാക്കി മറ്റേ ദോശ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉഴുന്ന്, പിന്നെ നമ്മുടെ ജീരകശാല അരി, കോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെർമ്യൂത്ത് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സോ ഐ ആം ഗോയിങ് ടു ഡു മാൻഹാട്ടൻ സ്റ്റൈൽ വെർമ്യൂത്ത് റം. സോ ബിസി ഡേ. അതുകൂടാതെ നമ്മുടെ റമ്മ് 3 കടയിൽ പോയി സംസാരിച്ച് അവിടെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. So very productive morning in this morning. Beautiful. Now eat. Hungry, very hungry. Nice. Easy cooking എന്താ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള നോട്ടെ. ലഞ്ചിന് സ്പെഷ്യൽ ഫുഡാണ് ഇന്ന്. സർപ്രൈസ്, യു നോ ഓൾറെഡി. 1 more steak left. So it's a beautiful steak. കുക്ക് ചെയ്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് 10 മിനിറ്റായി. പക്ഷേ ബ്യൂട്ടിഫുള്ളി ഡൺ സ്റ്റേക്കാണ്. കാരണം ഞാനൊരു ഫോൺ കോളിലായിരുന്നു. But what a steak. Look at that. What a steak.
What do you do? Some sauce. മാപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ടുള്ള സോസാണ് കേട്ടോ. Bloody good. Beautifully cooked. നെയ്യാണല്ലോ. How was the day, huh? Good. നീ ക്യാമറ കൈ പിടിക്കണം കേട്ടോ. ഓക്കെ, ക്യാൻ യു ഡു ദാറ്റ്? തിരിക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കണം. അപ്പം ഞാൻ ചോദിക്കാം. How was your day, Pringle? Now, turn the camera and put it onto your face. My day was good. How about yours? I already said my day is very good. So, what is your story for the day? We had to learn like a dance for a couple ഞാൻ of പെട്ടെന്ന് പേടിച്ചു കുട്ടിക്ക് ഇനിയിപ്പം പഠിക്കാൻ വരുന്നെങ്കിലും ഉണ്ടോ. We have to learn a dance. Pacifica, for Pacifica. ഇവിടെയുള്ള പോളിനേഷൻ കൈ രണ്ട് കൈ കൊണ്ട് പിടിക്കുക, അതാണ് അത് ഇളകുന്നത്. Then what? And that's all like the story. Nothing else for the day? No. Nothing excitement, nothing. No. So you It was just like a normal day. കൈൻ്റെ മുകളിൽ ലവ് ഒക്കെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ. Me and my friend did that. When we used to do that, when we were up at the school putting love and we thought like something bad thing we are doing in our life. No, you're not. Yeah, that's what we thought. We can't even, we scared to put a love in a notebook. And if somebody see, then all other kids look at the face, love. Nee love varcho. That means they pretend we got already a boyfriend or a girlfriend, which is okay. I mean, like, But now, in my class, there's like a ton of people that have boyfriend and girlfriend. In my class, in your class, what? there are people who are boyfriend and girlfriend. Oh, that's all right. As long as you keep it in a good way, that's fine. Most of them. That's are why your friends. whatever you feel, that's what you feel at that age. Your hormonal changes, you guys are getting into that age, so that's all good. So no one asks you to have a boyfriend, right? No. Yeah, you have that intention, you have that feeling, alle? So that's normal, right? Yeah. Yeah, that's very normal. But some people taught to you that that's not normal. That's what been taught to us. That's not normal, or that is something you shouldn't be doing At this age. at this age. Yeah. So not even at that age, even if you are 18 or 20 years old, still people believe that we are doing something wrong. No. That's not wrong. That's your hormonal changes. That's the way a man and a girl and a woman actually grow, isn't it? Okay, that's the note for the day. Lunch time, and now your coffee You time. didn't eat. I just ate a steak now. Oh. Yeah. Okay, thank you, fellas. Coffee time for Pringle. Bye. Bye. വരുമ്പോഴേക്കും നുറുക്കിൻ്റെ മുകളിലേക്ക് കൈയെത്തി. നിനക്ക് നുറുക്ക് ഇഷ്ടമാണോ? ആണോ? അട വേണോ? അട? What is this? ഡു യു റിമെമ്പർ അമ്മമ്മ ഉണ്ടാക്കണ പോലത്തെ അതിന് ഒരു മാവ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ It's like squishy, like a white thingy in there. വൈറ്റ് ഒരു റാപ്പ്, അതിൻ്റെ ഉള്ളിൽ നാളികേരം കോക്കനട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ പൊളിക്കുമ്പോൾ കാണിച്ചു തരാം. നാപ്പോ ടോയ് and my power nap. 3:15 വെരി ടയർഡ്. 2-3 ദിവസം ഉറക്കത്തിൻ്റെ ഒക്കെ നല്ല പെൻഡിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമായിട്ട് ഉറക്കം ശരിയല്ല.
I go so very tired. But this 1 hour here, lovely. ഇന്നലെ ഉറക്കം ശരിയായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് സ്വിമ്മിങ്ങിന് പോയ കാരണേ അത് നടന്നില്ല. ആ ഉറക്കം പോയാണ്ടല്ലോ എൻ്റെ ഓമ്പോ. ഈ സമയത്ത് അങ്ങനെ ഈ റൂമിലേക്ക് ഒരാൾ വന്നാൽ ഞാൻ വെട്ടിക്കൊല്ലും. അന്തമാതിരി ഇവിടെ നമുക്ക് വിരുന്നുകാർ വന്നാൽ പോലെ ഞാനും പറയാം 3 മണിയാകുമ്പോഴേക്കും കുളം പറയും ഞാൻ. വളരെ റൂഡ്ഫുള്ള യോ ദാറ്റ്സ് മീ. ഓക്കെ ഗോയ്സ്, ഗുഡ് നൈറ്റ് ആൻഡ് ഐ സീ യു. ബൈ. ഇന്ന് ഉറങ്ങിയിട്ട് കുറച്ച് കൂടിപ്പോയി ഗൈസ്. മാഡത്തിനെ പിക്ക് ചെയ്യാൻ പോലും മറന്നുപോയി. അലാം വെച്ചില്ല. എന്നാലും ഈ മണ്ടങ്ങൂണാപ്പിയുടെ കാര്യമാണ്. വിളിച്ചു മോനെ 5 മണിക്ക് വിളിച്ചില്ലേ? 5 മണിക്ക് ഈ 5 മണിക്കല്ല 4:30 വരണേ. ക്ലോക്ക് നോക്കാറിയില്ലേ? ഇന്ന 4:30 ആകുമ്പോ ഡാഡ എന്താ കിടന്ന് ഉറങ്ങണേന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ പറ്റണ്ടേ? അവളുടെ ജോലിയല്ലല്ലോ എന്നെ വിളിക്കാന്നുള്ളത്. അവളുടെ ഉത്തരവാദിത്വം TV കാണും. തന്നെ കുടുംബത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത പിള്ളേരുണ്ട്. മറ്റേ വൈകുന്നേരം 4:30 മണി നേരം ആകുമ്പോ ചെന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് വെള്ളം ബോട്ടിലും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്ത് വെള്ളം ബോട്ടില്? അടുത്ത് കഴിഞ്ഞ് പണി കഴിഞ്ഞ് വരുന്ന ആൾക്കാരനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മൂത്ത കുട്ടികൾ പോവും വീട്ടിലെ താഴെയുള്ളവരങ്ങളൊക്കെ. ഇത് വീട്ടിൽ കിടക്കുക എന്നിട്ട് മമ്മി അച്ഛൻ അവൾ 5 മണിയായപ്പോ നോക്കി വരാത്തെന്ന്. അവളല്ലേ മോനെ വിളിച്ചേ? 5 മണിക്ക് നോക്കിയപ്പോ 5 മിസ് കോള്. 5 അല്ല 10. 2 ഫോണിൽ എല്ലാം നോക്കുക പൊട്ടക്കളിയെ. 5 മണിക്ക് മുന്നേ നോക്കണം. 4:15 ആകുമ്പോ ഈ തന്ത പിടിച്ച് അത്താ ജീവണ്ടാ ഇത്ര നേരം ഉറങ്ങാറില്ലല്ലോ എന്ന് നോക്കണം. മനസ്സിലായ? കേക്കണ്ടേ? ഓരോരുത്തര് അതിനൊക്കെ അതാലോചിച്ചപ്പോഴാണ് മനസ്സിലായ. 4:45 ഇനി കാപ്പി നമ്പർ 2ന്റെ വല്ല നമ്പറും മിസ്സായിട്ടുണ്ടല്ലോ. അതൊന്നും കേക്കണില്ല. മറ്റേ അതാ കണ്ട ഏതാ പുതിയ പാട്ട്? ഏതാ പാട്ടത്? ഐക്കോണിക് ബൈ മിസ്റ്റേക്കില്. എന്റെ കണ്ണാൻ അടിച്ച കളിയാ. അപ്പൊ കോണി ഇങ്ങനെ കോണിൽ പോയിരിക്കും. മിസ്റ്റേക്ക് അല്ല, ശരിക്കും അറിഞ്ഞിട്ട് ഇങ്ങനെ കയറ്റിയിരുത്ത് സമാധാനം ഉണ്ടാക്കി നല്ല ഉറക്കം കിട്ടും. അപ്പൊ ഇന്നവിടെ ആളാ ഇപ്പൊ 10 മണിക്കൂർ ഉറങ്ങിയാലും ഉറക്കം തരുന്നില്ല. അതെന്താണ്? ഇന്നലെ രാത്രി മോണിട്ടിരിക്കായിരുന്ന? ഇന്നലെ പുലർച്ചെ 4 മണിക്ക് 4:10 പാല് കൊടുത്തതാരാ? മോന് എന്തിനാ മോൻ പാലും കുപ്പിയായിട്ട് പുറത്തോട്ട് ഓടിയത്? അപ്പ എണ്ണിക്കാച്ചും അവര് ഉറങ്ങായിരുന്നു. അന്നേരമാണ് മോൻ പാല് കൊണ്ട്. ഞാൻ 4:10 എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ ഞാൻ പിന്നെ പാല് കൊടുത്തു. ഇല്ലെങ്കിൽ ഞാൻ 4:10 എഴുന്നേറ്റിട്ട് മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വന്ന് കിടന്നുറങ്ങിയിട്ട് വീണ്ടും 5:10 എഴുന്നേറ്റ് പാല് കൊടുക്കണ്ടേ? പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എണീക്കുമ്പോ ഓൾമോസ്റ്റ് ഒരു 4 മണി ആയാലൊക്കെ ഞാൻ പാല കൊടുക്കും. അപ്പൊ എണ്ണി കഴിഞ്ഞല്ലോ. പിന്നെ അല്ലെങ്കി എന്താ അത് കാരണം ഇപ്പൊ രാവിലെ 7:10-11 വരെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇല്ലെങ്കിൽ 5 മണിക്ക് എനിക്കും രാത്രിക്ക് ഗോ എന്ന് പറഞ്ഞ ആരെ പാല് കൊണ്ട് കൊടുക്കണേ കുട്ടികൾക്ക്? വെച്ചപ്പോ എനിക്ക് ഗോ ഗോ അത്രേ പോയിട്ട് എടുത്തിട്ട് വേടാ പാലെന്ന് ഉദ്ദേശിക്കണേ. അത്രേ അറിയുള്ളൂ ഇംഗ്ലീഷ്. അതാ ഗോ ഗോ ഒരു സ്കൂളില് ഗോ ഗോ. ഞങ്ങളുടെ ടീച്ചർ പോയിട്ടാ. ഞങ്ങളുടെ ടീച്ചർ പോയാണ് ഞങ്ങൾക്ക് അറിയണേ അല്ലേ? എവിടെ പോയി ടീച്ചർ? Just want to know what time was their last sleep. ടീച്ചർ എവിടെ പോയാ? എവിടെ പോയാ ടീച്ചർ? ഗോ പോയാ? അത് അമ്മയാ. അമ്മ വരുന്നത് ഏടമ്മ? സ്കൂൾ ഏടമ്മ? ഏറെയാണല്ലോ സാധാരണ കരയാറ്. അപ്പൊ ഏറെ കരയണല്ലോ. കുട്ടി എന്തിനാ കരയണേ? ബ്യൂട്ടിഫുൾ ഡേ ഔട്ട് സൈഡ് ഉണ്ടായിട്ട് കുട്ടി കരയാൻ പാടണ്ട. വേതാളം ഓക്കെ. നാപ്പി പിടിക്കാൻ പോണോട്ടോ ഞങ്ങൾക്ക്. സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ അച്ഛമ്മൂനെ കരഞ്ഞാ? ഇന്ന് കരഞ്ഞാ അച്ഛമ്മു? ഏഷ്മേ കയ്യും വേണോ കുത്തിയെ കൂട്ടരെ? പോടയോടുന്നു കൂട്ടരെ ബലൂൺമേ. ആഹാ എൻ്റെ ഇന്നിപ്പോ നടുവേരലല്ലേ? എല്ലാ ദിവസവും നടുവേരലാണല്ലോ. കരഞ്ഞാ? ഡമ്മി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നാ? കുത്തി. ആരത്ത് കുത്തിയെ? നീ എന്നിട്ട് പറഞ്ഞില്ലേ അവരുടെ അടുത്ത് ഗോ എന്ന് പറഞ്ഞില്ലേ? ആരെ ഗ്ലൗസ് റിപ്പിച്ചു കൊടുത്തേ?
നീയാണോ? ഓക്കെ. ടൈം ഫോർ ബേബീസ്. ഇന്നലത്തെ സെയിം ബിരിയാണി വിത്ത് 2 pieces ഓഫ് ചിക്കൻ ആണ് കേട്ടോ ഇന്നത്തെ ഇവരുടെ ഡിന്നർ. ഓൾറെഡി ഹാഫ് കഴിച്ചു കഴിഞ്ഞു. അടുക്കളയിൽ ഇരുന്നിട്ട് ഞാൻ കൊടുത്തു എളുപ്പപ്പണിക്ക്. അത് കഴിഞ്ഞപ്പോൾ ഹാഫ് നിന്ന് കഴിഞ്ഞപ്പോൾ എച്ചുമ്പോൾ പണി തുടങ്ങി. ഇടയിൽ കൂടെ മാന്തിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് തീറ്റ. പിന്നെ ടി വി ഓഫ് ചെയ്തറാ. എടാ നോക്കിയിരിക്കടാ ഇവര്. ആ ഗുഡ്. അവിടെ ഞാൻ അട വെച്ചിട്ടുണ്ട്. പക്ഷെ നീ അട തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമെന്താ വെച്ചാൽ ഇപ്പം എച്ചമ്മ ഇറങ്ങി നോക്കിയിരിക്കും. ആ വേണോ? അതെ അത് ഇരിക്കുന്നത്. അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നീ എടുത്തോ. ഗുഡ് ഗലേര. ഇവിടെ ഇരുന്നിട്ട് എറിയേ. അര വെച്ച് എറി. ആ മേടിച്ചോ. ആ കൈ പിടിക്കാൻ ഒരാൾ വേണം ഇപ്പൊ. ചച്ചുമ്മ ചച്ചുമ്മ where are you? Here I am, here I am. How do you do? നിന്റെ പേരടിക്ക് മാത്രം എന്തൊരു ഒടിവ്. ആ കൈയൊന്നും വേണ്ട. ആ നോ. ഇവിടെ വെക്കത് മോൻ. നേരാ. അതെ കൊള്ളാത്ത സാധനം വൃത്തിയാക്കാനുള്ള അത്ര വൃത്തിയാക്കാനുള്ള അമ്മയുടെ പോലത്തെ ജിജ്ഞാസയില്ലേ അത് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കട്ടാ. തൊള്ള മാത്രമേ വൃത്തിയാക്കുള്ളൂ. അങ്ങനെ നീയല്ല. ആ നീ ഇവളുടെ സ്കില്ലിന്റെ ഇത് പറഞ്ഞതാ. ആ അടുത്ത ആളെടുത്തു. നീ എല്ലാം ഇവള് കാണിക്കണ്ട. അവള് അത്യാവശ്യം കഴിച്ചല്ലോ. ആ അവളെല്ലാരും കഴിച്ചു. പകുതിയിലധികം കഴിഞ്ഞു. ക്ലോക്കോ അവിടെ ഉണ്ട്. ക്ലോക്കോളോ. നീ കൊളക്കോഴിയാ? ആ കൊളക്കോള. കാപ്പി വേണോ? ഇതെന്തിട്ടാ? ഓ അവളിപ്പോ ക്ലോക്ക് കാട്ടി ഇവളും ക്ലോക്ക് ഉണ്ടാക്കി വരുന്നു. പപ്പ അത് ആരുടെ ജോബേട്ടനാ? എന്റെ പപ്പയാണ്. നിന്റെ പപ്പയാ? ക്ലോക്ക് എവിടെ വന്നു? ക്ലോക്ക് എവിടെ? ക്ലോക്ക് എവിടെ? അവരുടെ ഭക്ഷണം കഴിഞ്ഞല്ലേ. നിനക്ക് അട വേണമെങ്കിൽ കഴിച്ചോട്ടാ. അവിടെ വയ്ക്കേ. വെള്ളം കൊടുക്ക്. ഞാൻ അട ചോദിച്ചിട്ട് വന്നാ കഴുത്തിൽ അടി. കഴുത്തിൽ ഇങ്ങനെ പള്ളിയെ പണിയും. പള്ളി കേട്ടിട്ടുണ്ടാ? കഴുത്തിൽ പള്ളി പണി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാ? ആ പള്ളി വരണ പണി ഒരു അട കേട്ട്. ഞാൻ തിന്നട്ടെ. എന്തുണ്ടാവും നോക്കല്ല. നോക്കണ്ട്. അവർക്ക് ചോറ് വേണ്ടാത്ത കേട്ടാ. നമുക്ക് അട തിന്ന് നോക്കാം. പിങ്ങാ വാടാ. ആടാ വാടാ. അട വേണോ? പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരട വേണോന്ന് ചോദിക്കണ്ട. സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടാവുക 4 മണിക്ക് അമ്മ ഉണ്ടാക്കിയ അടയാണ് നമ്മളൊക്കെ ഒരു മെയിൻ. ഇന്ന് ഇവർ കഴിക്കണ എന്താ പറയുക മധുരമുള്ള ഡെസേർട്ടിൻ്റെ കണത്തിൽ നമുക്കൊക്കെ ഉണ്ടായിരുന്ന അടയായിരുന്നു. ഇന്നിപ്പോൾ ഇവരുടെ ബെഞ്ച് മാർക്ക് അടയ്ക്ക് മേലെ പോയി. അതാ വിളിച്ചാൽ വരാത്തത്. മറ്റേത് 2 അട തിന്നുമ്പോൾ വന്ന വശം. അതും ഒരടയ്ക്ക് ഇത്ര വീതി ഉണ്ടാവും. ഗോതമ്പിൻ്റെ അടയാണ്. അത് പഞ്ചസാര ഇട്ട് വെച്ചാൽ ഇഷ്ടമായി. പക്ഷെ പഞ്ചസാരയ്ക്ക് വില കൂടിയ കാരണം ശർക്കര ഉണ്ടാവും എന്നവരും. അപ്പോൾ ആ പാനവലിയൊക്കെ കടിച്ച് തിന്നണ ഒരു കാലം ഓർമ്മ വരും. അപ്പോൾ അട കഴിക്കണമെന്ന് 3 തവണ വിളിച്ച് വെച്ച് വന്നിട്ടില്ല. ഇതാണ് ഞാൻ പറയണേ. പഞ്ചസാരയുടെ ലെവല് മാറി. Want some വെള്ളം? Yeah. Where is Esme's വെള്ളം? There. എസ്മേ വെള്ളം there. എസ്മേ അവിടെ നിന്ന് എറിയുമ്പോൾ കീപ്പട്ടിക്ക് വന്നിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുമ്പിടാൻ പറ്റില്ല. ഞാൻ പഴയ ജിംനാഷ്യ. ആ കുടിച്ചോ? ഫിനിഷ് എന്ന് പറഞ്ഞപ്പോൾ തലയൊക്കെ ഇട്ട് കുലുക്കിയിട്ടേ. ഹേയ് അടയുടെ മറ്റേ ശർക്കരയുള്ള ഭാഗം മാത്രം തിന്നണല്ലോ അമ്മായി. അപ്പോൾ നീ അടിച്ചു. അപ്പം അതിനെ അടിച്ചു. അതിനെ അടിച്ചാൽ പഠിപ്പിക്കണ്ടോ? അടിച്ച അപ്പം അടിക്കരുത്. ആ വേണ്ട സാധനം കുപ്പിയുടെ മുകളിൽ അടിച്ചേക്കാം. ഞാൻ ആ സാധനം അങ്ങോട്ട് പോകാൻ വേണ്ടി അടിച്ചല്ല തട്ടി. ആ ശരി. നീ എന്തൊരു എക്സസൈസിനെ പറ. ഞാൻ ലിഫ്റ്റ് ചെയ്യണേ. ഞാൻ ലിഫ്റ്റ് ഇന്നില്ല. എന്നാ കെറ്റിൽ ബെല്ല് ചെയ്തോ. അപ്പൊ അതില് അത് തന്നെയല്ലേ. പിന്നെ എന്തൊരു ചെയ്യാൻ? നീ അപ്പർ ബോഡി മാത്രം. പുഷപ്പിൻ്റെ ഒരു സീരീസ് ചെയ്തോ. എടി ബുദ്ധിമുട്ടുള്ളത് ചെയ്യണം. ആ ഷോൾഡർ പ്രസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ബൈസെപ്സ് ട്രൈസെപ്സ് പിന്നെ ചെസ്റ്റ് ഒക്കെ വർക്ക് ആവണം. ചെസ്റ്റിന് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഉള്ളതിൽ ബെറ്റർ എക്സസൈസ് ഒന്ന് ബെഞ്ച് പ്രസ്സും ഇതാ പുഷപ്പ്. അത് ചെയ്തോളെ. ഞാൻ കാണിച്ചു തരാം. അപ്പം പറഞ്ഞല്ലോ മടിച്ചി മര്യാദയ്ക്ക് വാടകണ്ടേ. ആ എന്താ ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. See, learning is a process where you feel uncomfortable. That means it's learning. That means it's working. If you feel very comfortable ആയിട്ട് തോന്നുന്ന എന്ത് കാര്യമാണെന്ന് വെച്ചെങ്കിലും അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. നീ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. You need to pick the uncomfortable stuff. അതാണല്ലോ കാലി ഇതേ. ആ അപ്പർ ബോഡി ചെയ്യുമ്പോൾ നീ എന്തോ ചെയ്യുമെന്ന് വെച്ചിട്ട് ബൈസെപ്സ് കേൾ മാത്രാ അല്ല. യു ഹാവ് ടു ഡു. ഇന്ന് ചെസ്റ്റ് അപ്പർ ബോഡി ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ
ഞാൻ കാണിച്ചു തരാം ബെഞ്ച് പ്രസ്സും ഇതും. ഓക്കെ, യു കെ നോട്ട് സേ നോ. ദാറ്റ്സ് എ സോഫ്റ്റർ സൈഡ് ഓഫ് യു. ഇഫ് യു നീഡ് എ ടഫർ സൈഡ് ലൈക്ക് മീ, യു നീഡ് ടു ലിസൺ ടു മീ. ഏയ് യു ബോത്ത് കം, ലെറ്റ്സ് ഗോ. സ്നേഹത്തോടു കൂടി മുറുക്ക് മേടിച്ചോണ്ടു അല്ലേ? നിനക്ക് വേണ്ടി സ്നേഹത്തോർക്കുന്ന മുറുക്ക് മേടിച്ചല്ല, ഞാൻ മുറുക്ക് മേടിച്ചെന്നുള്ളോ. എന്നിട്ട് മുറുക്ക് എവിടെ മുറുക്ക്? മുറുക്ക് തീർന്നു. എല്ലാം മുറുക്ക് അല്ല, മുറുക്ക് ഇത്രയും തീർത്തത് ഞാനല്ല, ഒരു ചെറിയൊരു ഐറ്റം കൂടെ ഒരു 3 എണ്ണം. ബാക്കി എല്ലാം 11 മണി മുതൽ 3 മണി വരെ തീർത്തത്. ഡയറ്റാ. വെറുതെ എനിക്ക് ഭയങ്കര പ്ലോട്ട്. അല്ലെങ്കിൽ ഞങ്ങള് ജോലിക്ക് പോയി കഴിയുമ്പോ ഡയറ്റ് തുടങ്ങും. നീ ജോലിക്ക് പോയിട്ട് ഇന്നല്ലാണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം എന്താ കഴിച്ചെന്ന് പറഞ്ഞേ. നീ പറഞ്ഞ കാര്യം കാശിന്റെ കൂടെ പോയിട്ട് കാശിന്റെ കൂടെ പോയിട്ട് കഴിച്ചിട്ടില്ലേ എന്ന് ഫുഡ്? എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോയി ആവികാശിന്റെ കൂടെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓൺലി ഹാവ് കോഫി. അത് വീഡിയോയിലുണ്ട്. ഞാൻ ഒരു മെയിൻ കോഴ്സ് കഴിക്കാറില്ല. എനിക്ക് ഞാൻ കഴിക്കുന്നതിനെ കുറിച്ച് നല്ല ഇതുണ്ട്. പിന്നെ എന്റെ ശരീരം കണ്ടാലും ഇത് മനസ്സിലാവും. ശരീരം അതെന്തോ അസുഖം ഉണ്ട്, അതാണ് അങ്ങനെ ഇരിക്കണേ. എനിക്ക് ക്യാൻസറാ വയറ്റില്. പേടി. നീ വർക്കൗട്ട് ചെയ്യണ്ട. എനിക്ക് അവിടുന്ന് ഇവിടെ ഇരുന്നോണ്ടാണോ മോൻ ചെയ്യണേ? ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നത്. ഞാനിവിടെ എത്തി ഗൈസ്, ഞാൻ വർക്കൗട്ട് ചെയ്തു കേട്ടോ. പോയിക്കേ, പോടെ. പോകാൻ 30 31 32 35 What are you guys doing? Come on. Apple are under. Chill. Hey. No. അമ്മ പുഷപ്പ് ചെയ്ത അമ്മ, നോ പ്രോബ്ലം. കാലുമ്മ സപ്പോർട്ടിന് ഒരാളുണ്ട് നീ പൊങ്ങാണ്ടിരിക്കാൻ. ഏറ്റവും കൂടുതൽ ലാഭത്തിന് എല്ലാ ലാഭത്തിനും എടുക്കണോളൂ അവള്. ഒരു പുഷപ്പ്, ഈസി പുഷപ്പ്. വിഗോ എച്ചമ്മ കുറച്ച് പണിയെടുത്തൂടെ? അമ്മനെ ഉന്തും ഇടറേ. അമ്മേനെ മല മറക്കുക, അങ്ങോട്ട് മല ഉന്തി മറക്കുക. അതെ, കാലൊക്കെ പൊന്തിട്ട് ഇരിക്കുന്നേ. ഒരാള് ബലൂൺ പൊക്കുണ്ട്, ഭയങ്കര കനുള്ളതാ ബലൂണേ. അതെ കണ്ട ഒരു വീഡിയോ ഉണ്ട്, കിരണിനെ ഇങ്ങനെ എന്തോ ചെയ്യിപ്പിക്കണ ഓർമ്മയുണ്ടോ? ഞാൻ അയച്ചുതരാം. ഇതിനകത്തിടാ 15 14 10 11 12 13 14 15. അവളിപ്പോഴും 15 ആയിട്ടില്ല. ഹലോ വേഗം പുഷ് ട്രൈസെപ്സ് കിക്ക് ബാക്സ് ചെയ്യേ. ട്രൈസെപ്സിന് അത് കൂടുതലാ. ഞങ്ങളുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ തന്നെ വിസിറ്റ് ചെയ്യാൻ ദുബായിൽ നിന്നൊരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. ദുബായ് അല്ല, അബുദാബി അല്ലേ? അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റായി. പക്ഷെ ഇവിടെ തീരെ വിശപ്പില്ലാത്തൊരു കുട്ടിക്ക് വിശന്നു. ഡാഡിക്ക് വല്ലതും തിന്നാൻ പറ്റുമോ? ഒരു മുട്ട കൊടുത്തറ അതിന് എനിക്കുണ്ട ഇവിടെ എന്ത് അമ്മാമ സച്ചാറ്. അമ്മാമ്മയുടെ കൊച്ചുമോനുണ്ടായിരുന്നല്ലോ, അതില്ലേ ഇപ്പൊ? ഇത് കൊച്ചുമോനെ ഒഴിവാക്കി കഴിഞ്ഞി. അമ്മമ്മ കൊച്ചുമോനെ ഒഴിവാക്കിയാ, ചെക്കൻ പറ്റിക്കാൻ തുടങ്ങിയ. ഫോട്ടോ വെച്ചിട്ടുണ്ട്. എരിവുണ്ട്, പക്ഷെ നല്ല ചോറിന്റെ കൂടെ തിന്നുമ്പോ നല്ല എരി. നീ ഇതിന്റെ കാശ് മേടിച്ചിട്ട് പ്രൊമോഷനാണോ? അല്ല, നീ കഷ്ണന്റെ നാമ വെച്ചാൽ എരി കഴിക്കാൻ പറ്റില്ല. 2 ഫ്രണ്ട്സിന്റെ അമ്മമാര് 2 പേര് അച്ചാറ് സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഒന്ന് രോഹിത്തിന്റെ അമ്മ, ഒരാളുണ്ട് സൂപ്പർ അച്ചാർ. റമിയുടെ മമ്മിയല്ല, രോഹിത്തിന്റെ മമ്മി. ഓ, ഷീ മേക്സ് ദ ബെസ്റ്റ്. ഓണസ്റ്റ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആൻറ്റിയുടെ പാവയ്ക്കും പിന്നെ ചെമ്മീനച്ചാറും മീനച്ചാറും ഒക്കെ നല്ലത്. കിരണിന്റെ മമ്മി ചെമ്മീനച്ചാറ്. അവർ പിന്നെ കൊച്ചിക്കാർ ചെമ്മീൻ സ്പെഷ്യൽ ആൾക്കാരാണ്. പിന്നെ അച്ഛമ്മൂന് നേരത്തെ ഒരാളാണ്. ആരാന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ മറന്നു. കേൾക്കാൻ 2 പാട്ട് എനിക്ക് ആകാൻ അറിയുള്ളൂ. അതിൽ ഒരു പാട്ട് ഞാൻ മറന്നുപോയി. 2ാമത്തെ പാട്ട് എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പാടില്ല. അതെ, തീരെ വിശപ്പില്ല കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. ഇതിനാണ് എല്ലാത്തിനും ഡിമാൻഡ്. കുഴപ്പമില്ല. ഓക്കെ, സോ ഇറ്റ്സ് അനദർ ബ്യൂട്ടിഫുൾ ഡേ. നല്ല ദിവസമായിരുന്നു. വെരി പ്രൊഡക്റ്റീവ് ഡേ.
എനിക്ക് കുറച്ച് ലൈനിലൊക്കെ ഇറങ്ങി ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് കുറച്ചും കൂടിയൊക്കെ വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ഉപരി കുറച്ച് ഈ റമ്മൻ്റെ പരിപാടിയായിട്ട് നമുക്ക് പുറത്തും കാര്യങ്ങളിലൊക്കെ പോകണം. സോ ലിറ്റിൽ ബിറ്റ് ബിസി വിത്ത് ദോസ് സ്റ്റഫ്സ് ബട്ട് വി ട്രൈ ടു ഇൻക്ലൂഡ് മോർ തിങ്സ്. സോ അപ്പോൾ നം ഒരു പ്ലേറ്റ് ബിരിയാണി, ഒരു 120 പാല്, വെറുതെ വന്നിരിക്കുകയാണ്, വിശന്നിട്ടൊന്നല്ല. എന്ത് ബഹളം അറിയോ അമ്മ ഭക്ഷണം കഴിക്കുമ്പോ. ഏറപ്പന്നിന് കുറച്ച് ഏറമ്മ നം മാമു അവള് വരില്ല ചിലപ്പോ. വരുന്ന നീ ബൈ പറയാൻ വരുന്ന കുഴപ്പമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അപ്പോൾ അതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോടെ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ. ഇതെന്റെ ഇറപ്പന്നെ വിളിച്ചിട്ട് പാടി പാടായിരുമാ. ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ. Thank you for watching us. Beautiful daily vlogs. Beautiful ആണാരാ പറഞ്ഞേ? Just a life, how it goes. അല്ലാണ്ട് വേറെ ഇതിൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് ചോദിച്ചു, അല്ലെങ്കിൽ it's getting boring, like it is boring, but this is what we want to do. കണ്ടന്റുകൾ മാറ്റി അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേ സൈലിംഗ് പറഞ്ഞാൽ ഇതിങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് ഡെയിലി വ്ളോഗ്സ്. അല്ലാതെ ഡെയിലി വ്ളോഗ്സിന് വേണ്ടിയിട്ട് ഇന്നൊരു കാര്യം നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പം പിന്നെ നാട്ടുകാർ പറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നതിന് തുല്യവും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, സ്പെഷ്യലി ഞാനത് ചെയ്യാൻ തന്നെ എനിക്കൊരു ഒരു ചിന്തയുണ്ടായതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കിഡ്സിൻ്റെ ഒരു ഏരിയ നല്ലതാണ്. ബിക്കോസ് ദേ ആർ ഗ്രോയിങ്, പ്രിങ് ഓൾസോ ഗ്രോയിങ്, സോ പ്ലെൻറ്റി ഹാപ്പനിങ്. വി ക്യാൻ ഇൻക്ലൂഡ് ഫുഡ്. നമ്മുടെ വീട്ടിലെന്നും കുക്കിംഗ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് അതിൽ ഉണ്ടായി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ഒരു ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഫാർ വി ഡിഡ് ഗുഡ്, ഓൾ റൈറ്റ്. മേ ബി വി ക്യാൻ കണ്ടിന്യൂ, ഐ ഡോണ്ട് നോ.